ഹലോ ഗുഡ് മോർണിംഗ് ടെനീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബാലൻസിങ് ടവേഴ്സ് എന്നുള്ള ഒരു പോർഷൻ പറഞ്ഞ് നിർത്തിയിട്ട് അതിൽ ബാലൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കുറച്ച് റൂൾസുകളും അവസാനം ട്രാൻസിറ്റ് റൂൾ വരെ നമ്മൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. കുറേ റൂൾസുകൾ നമ്മുടെ ബോഡി ചെസ് റൂള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതല്ലാതെ ഇനി റൂൾസുകൾ വേറെ ഉണ്ട് കേട്ടോ. നമ്മൾ അതർ റൂൾസിൽ കുറേ വേറെ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതൊക്കെ ഇനി സമയം കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പം ഇപ്പം തൽക്കാലം നമ്മളെ ബുക്കിലുള്ളത് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ചില ബുക്കിലൊക്കെ അതർ റൂൾസിൽ കുറേ ഇത് വരുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ പഠിച്ച റൂൾസ് നിങ്ങളൊന്ന് പഠിച്ചോളാം കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലോട്ട് ചെയ്യാണ്, ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഗ്രാഫിക്കൽ മെത്തേഡ്, പിന്നെ പല മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റെക്ടാങ്കുലർ കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക, അക്യുറേറ്റ് വർക്ക്. ഇതാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യണം ഒന്ന് ഞങ്ങൾക്കൊരു ഒരു ഫിഗർ പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ചെയ്തൊരു രൂപം ഇത് ഞാൻ നിങ്ങൾക്ക് PDF ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതുണ്ടല്ലോ ഞങ്ങൾ ഇതിപ്പോൾ DEFGH പറഞ്ഞിട്ട് ഒരു ട്രാവേഴ്സാണ്, നമ്മൾ ചെയ്തൊരു ട്രാവേഴ്സാണ്. ഇത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഈ കോർഡിനേറ്റ് വെച്ചിട്ടുള്ള പ്ലോട്ടിംഗ് ആണ്, അല്ല നമ്മൾ എന്താ പറയുക പ്രൊട്രാക്ടർ വെച്ചിട്ടൊന്നുമല്ല. ഇതിപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു ധാരണയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ. ഇത് സാധാരണ നമ്മൾ ഗ്രാഫ് ഷീറ്റില്ലേ, ഈ ഗ്രാഫ് ഷീറ്റിലാണ് നമ്മളിത് ചെയ്യാറ്, ഈ പ്ലോട്ടിങ്. അപ്പോൾ ഇതിന് നമുക്ക് 2 കോർഡിനേറ്റ് കൊടുക്കാം. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന ഈ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ളതും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും ഡിസ്റ്റൻസ്, അത് തന്നെയായിരിക്കും ഇതിൻ്റെ പ്രൊജക്ഷനാണ്. ഓരോന്നിൻ്റെ പ്രൊജക്ഷനാണ് ഇതിൽ വരുന്ന ഈ കോർഡിനേറ്റ്. ചുരുക്കി പറഞ്ഞാൽ ആ പ്രൊജക്ഷൻ വരുന്ന ഈ ഡിസ്റ്റൻസുകൾ നമ്മൾ നോർത്തിലും ഈസ്റ്റിലും നമ്മൾ പിന്നെ എക്സും വൈയും ആയിട്ട് ആക്സിസ് ഇത് വൈ എക്സും ഇത് എക്സും ആക്കിയിട്ട് നമ്മൾ അതിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഓരോ പ്രൊജക്ഷൻ. അതാണ് നമ്മൾ ഈ കോർഡിനേറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് എന്നാണ്. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞാണ്. ഇത് നമുക്ക് ആവശ്യം വരും, അന്ന് അവസാനം നമ്മൾ ഇതിൻ്റെ ആവശ്യം പറഞ്ഞുതരാം. അപ്പോൾ അതിൽ നമുക്ക് വീണ്ടും അതിൽ പിന്നെ ആ പ്രോബ്ലത്തിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ എക്സസൈസിൽ നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇതിൽ ABCDA എന്ന് വെച്ചാൽ എന്ന് സ്റ്റാർട്ട് ചെയ്തു Aയിൽ അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയും വശങ്ങളേ ഉള്ളൂ. പിന്നെ അത് Aയിൽ അവസാനിച്ചു. അപ്പോൾ ക്ലോസ്ഡ് ട്രാവേഴ്സാണ്. ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞത് അത് ചെയ്യാനൊരു ഗേജ് ട്രാവേഴ്സ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, ഒരു സംഭവമുണ്ട്, ആ ഒരു ഫോർമാറ്റ്, അതിലാണ് നമ്മൾ സാധാരണ ചെയ്യുക. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ചെറിയ പ്രോബ്ലം, ഈ ഇതിൻ്റെ പ്രോബ്ലംസിന് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആദ്യം ഇങ്ങനെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. കുറച്ച് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിലെ ഗേജ് ട്രാവേഴ്സ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള വേറൊരു ഇതും പ്ലോട്ട് ചെയ്തതും ഞാൻ നേരത്തെ കാണിച്ചു തന്നെ അതും കൂടി കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഇതിനെ ആ ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് നിങ്ങളത് ചെയ്യണം. അതാണ് വേണ്ടത്. ഇതാദ്യം ചെയ്യുന്ന മെത്തേഡ് നമ്മളിപ്പോൾ ടെസ്റ്റ് പ്രകാരമുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ആ ഫോർമാറ്റ് വരച്ചിട്ട് അതിലേക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതിൽ തന്ന ഫോർമാറ്റ് ഒരു പെർഫെക്റ്റ് പോരാ തോന്നുന്നു എനിക്ക്. അങ്ങനെ ആയാലും മതി, പക്ഷെ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും തോന്നുന്നു. അത് ഞങ്ങൾക്ക് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാ നല്ലത് നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പോൾ ബുക്ക് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇതിൽ തന്ന ഈ പ്രോബ്ലം ഒന്നാണ് നോക്കുക. നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ തന്നിരിക്കുന്നത് എന്നുള്ളത്. പ്രോബ്ലത്തിൽ ഇതാ ഫോർമാറ്റ്, ലൈനിൻ്റെ പേരുകളാണത്. ABBCCD, പിന്നെ Dന് നേരെ DAക്ക് നമ്മൾ ക്ലോസ് ട്രാവേഴ്സ് ആണല്ലോ. അപ്പോൾ അത്രയും അതിൻ്റെയൊക്കെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. ABBCCDDAൻ്റെ ലെങ്ത്ത് തന്നിട്ട് പിന്നെ ഇൻക്ലൂഡഡ് ആംഗിൾ തന്നിട്ടുണ്ട്. ഇൻക്ലൂഡഡ് ആംഗിൾ തന്നിട്ട് പറഞ്ഞാൽ അങ്ങനെ ട്രാവേഴ്സ് നമ്മൾ അതിലെ ചെയ്യാം, അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കുകയാണല്ലോ ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ WCB നമ്മൾ കാണണം, എന്നാലേ നമുക്കത് റെഡി ആവുള്ളൂ. പിന്നെ എന്താ ഗേജ് ട്രാവേഴ്സിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ലൈൻ്റെ ഏതിൻ്റെ എടുക്കാം കേട്ടോ. ഇവിടെ അപ്പോൾ ABൻ്റെ അടുത്ത്, അപ്പോൾ അതിൻ്റെ WCB കോമ്പസ് വെച്ചിട്ട് നമ്മൾ 140 അതെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം. ഇനി ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് പറയാം. നമ്മൾ എന്തൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വേണ്ട സ്റ്റെപ്പുകളൊന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രോബ്ലം തന്നിട്ടുണ്ട്, എന്നാലും ഞാൻ അങ്ങനെ പറയാം പെട്ടെന്ന്. ഞാൻ ഇന്നലെ ഒന്ന് പറഞ്ഞു തന്നിരുന്നു, എന്നാൽ ഈ പ്രോബ്ലത്തിന് വേണ്ടി ഒന്നുകൂടി പറയണം. ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ പിന്നെ ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയണം. അത് ഇൻക്ലൂഡഡ് ആംഗിൾ
ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ള അറിയാൻ നമുക്ക് ചെക്കിംഗ് ഉണ്ട്. നിങ്ങൾക്കറിയാം എന്തായിരുന്നു 2n-4 റൈറ്റ് ആംഗിൾ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെക്കുക. കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ഒരു ബോർഡിൽ നിന്ന് എഴുതിയിട്ട് ഇങ്ങനെ കണക്കൂട്ടി കാണിച്ചു തരുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ അത് ഇപ്പോൾ ഇതിലൂടെ കഴിയുന്നില്ലല്ലോ, എഴുതാനൊക്കെ ഉള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലൂടെ തന്നെ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, ഇതാ പിന്നെ ഇത് ഞാൻ കാണിച്ചു തരാം, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഏതാ നമ്മളെ ട്രാവേഴ്സ് ഇൻക്ലൂഡഡ് ആംഗിളും എല്ലാം കൂട്ടിയിട്ട് നമുക്കൊരു പിന്നെ ചെക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ എവിടെയാ, ഇതാ കൂട്ടിയിരിക്കുന്നുണ്ടല്ലോ 2n-4 ആയിട്ടങ്ങൾ. ഇതിൽ കൂട്ടിയിട്ട് നമുക്ക് കിട്ടിയത് എത്രയെന്ന് നോക്കാം, 365 ഡിഗ്രിയാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയപ്പോൾ കിട്ടിയത് 365 ഡിഗ്രി. ഞാനിപ്പോൾ ബുക്കിൽ അതേമാതിരി നോക്കിയിട്ട് പറയട്ടെ, കൂട്ടി നോക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ ആയിരിക്കും. തന്നെ ഒന്നുമില്ല, അതാണ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത് 365 ഡിഗ്രിയാണ്. ആക്ച്വലി നമുക്ക് എത്ര വേണ്ടത്, അതായത് 2n-4 ആയിട്ട് ഞങ്ങൾ 4 വശമുള്ളതാണ്, നിങ്ങൾക്കറിയാം 360 ഉണ്ടാവുക. n is the number of sides. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണല്ലോ വരുന്നത്. അപ്പോൾ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 4 വശം നമ്മൾ അത് മൂവ് ചെയ്താണ് പറയുന്നില്ല. അപ്പോൾ പിന്നെ കിട്ടേണ്ടത് 360 ഡിഗ്രി, പക്ഷെ അവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 365 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ ആംഗുലാർ എറർ ഉണ്ട് എന്നർത്ഥം. ഇപ്പോൾ തന്നെ ഒരു ആംഗുലാർ എറർ വരുന്നു 5 ഡിഗ്രി കൂടുതൽ അതിൽ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഈ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഇൻക്ലൂഡഡ് ആംഗിൾ കറക്റ്റ് ആണോ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 5 ഡിഗ്രി കൂടുതലുണ്ട്. ഇനി വേറൊരു കാര്യം ഇപ്പം തന്നെ പറയാണ്, ഇപ്പം ഈ 5 ഡിഗ്രി കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മൾ പെർമിസിബിൾ എറർ അല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ രണ്ടാമത് സർവേ മാറ്റി ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ഒരു ആസ് എ പ്രോബ്ലം എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് കേട്ടോ. 5 ഡിഗ്രി ഒന്നും ഒരിക്കലും മാറ്റം വരാൻ പാടില്ല. അപ്പം ഇങ്ങനെ നിങ്ങൾ കൂട്ടി കണക്കൂട്ടരുത്. അപ്പോൾ ഇത് നമ്മളെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 5 ഡിഗ്രി ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത്ര എറർ വരാൻ പാടില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ 5 ഡിഗ്രി കൂടുതലാണ്, നിങ്ങൾക്ക് അറിയാലോ 360 365. അപ്പോൾ 5 ഡിഗ്രി കൂടുതലാണ്. അപ്പോൾ ഈ 5 ഡിഗ്രി കൂടുതൽ ഇതാ 5 ഡിഗ്രി കൂടുതലാണ്, പ്ലസ് ആണ്, അതുകൊണ്ടാണ് പ്ലസ് കൊടുത്തിരിക്കുന്നത്. ഈ 5 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യണം, ഓരോരോ ആംഗിളിൽ നിന്നും നമ്മൾക്ക് കുറയ്ക്കണം. അതല്ലേ വേണ്ടത്. 5 ഡിഗ്രി അല്ല, ഈ 5 ഡിഗ്രീനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4 ആംഗിളല്ലേ ഉള്ളത്, 1 2 3 4 ആംഗിളല്ലേ. ഈ 4 ആംഗിള് പിന്നെ ഈ 5 ഡിഗ്രീനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 ഡിഗ്രി എത്ര വരിക, 5 മിനിറ്റോ? അതെ, 1 ഡിഗ്രി 5 മിനിറ്റും വരും. ആ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്, കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ വേണ്ടത്? കൂടുതലായതുകൊണ്ട് നമ്മൾ ഇതൊന്ന് കുറച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ 95 ഡിഗ്രീന് 1 ഡിഗ്രി 15 കുറയ്ക്കുക, അങ്ങനെ ഓരോന്നും കുറയ്ക്കുക. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നോക്കിക്കോളൂ, അങ്ങനെ തന്നെ അല്ലേ ചെയ്ത് നോക്കാം. ഇതാ ആദ്യത്തെ 95 ഡിഗ്രിന്ന് നമ്മൾ ഓരോരോ ഡിഗ്രി 15 മിനിറ്റ് കുറച്ചു. അപ്പോൾ ഇവിടെ അങ്ങനെ ഓരോന്നിനും കുറച്ച് കിട്ടിയതാണിത്. ഇനി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രി കിട്ടും. ഇതാണ് എക്സാക്റ്റ് ആംഗിൾ. നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നപ്പോഴുള്ള ആംഗിൾ ഇതാണെങ്കിലും ശരിക്കും അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബാലൻസ് ചെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ ട്രാവേഴ്സ്, ഇങ്ങനെയാവും കിട്ടുക. ഇനി നിങ്ങൾക്ക് ചെക്ക് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെക്കും. അപ്പോൾ എത്ര കിട്ടുക നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടേണ്ടത്, 360 ഡിഗ്രി ആയിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്തില്ലേ, 360 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായി, അതാണ് കിട്ടുന്നത്. ഇനി ബിയറിംഗ് കാൽക്കുലേഷനാണ്. ബിയറിംഗ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ലൈൻ്റെ ബിയറിംഗ് ആണ് തന്നിട്ടുള്ളത്. എ ബിൻ്റെ 140 തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ 140 തന്നിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ലൈൻ്റെ ഒക്കെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്യാം, ഞാനൊരു ഫിഗർ ഇതിൽ വരച്ചിട്ടുണ്ട്. അത് ഇതുണ്ടല്ലേ, ഇപ്പം നമ്മൾ ആ തന്നിരിക്കുന്ന പ്രോബ്ലം അല്ലേ, ആ പ്രോബ്ലം ഇത് നമ്മളെ കാഡിൽ ഞാൻ പ്ലോട്ട് ചെയ്തതാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാവുക ട്രാവേഴ്സിൻ്റെ രൂപം. 95 ഡിഗ്രി 75 ഡിഗ്രി 125 ഇങ്ങനെ അതല്ലേ, ഓരോരോ ആംഗിൾ 70 ഡിഗ്രി ഇങ്ങനെയാണ്. അതിൻ്റെ ഡിസ്റ്റൻസും നമുക്ക് ഓരോന്നിൻ്റെയും എ ബിൻ്റെ ഡിസ്റ്റൻസ് ഇതൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണത്. ഇനിയിപ്പോൾ അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബിയറിങ് നമുക്ക് തന്നിട്ടുണ്ട്. എ ബി എന്ന് പറഞ്ഞാൽ എ ബിൻ്റെ പിന്നെ ഇതുണ്ടോ, ഇത് ഇൻക്ലൂഡഡ് ആംഗിളാണ്, ഇത് ഇൻക്ലൂഡഡ് ആംഗിളാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ബി സിൻ്റെ ബിയറിംഗ് ആണ്. ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലേക്കുള്ളതാണ്, ഫോർ ബിയറിംഗ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഇവിടം തൊട്ടിട്ട് ഇതുവരെ ഉള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്, അതായത് ബി സി എന്നുള്ളതിൻ്റെ ഫോർ ബിയറിംഗ്. പിന്നെ
സി ഡിന്റെ ഫോർ ബിയറിങ്, ഇങ്ങനെ ഓരോ എല്ലാം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് തന്നോട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ചെയ്യുന്നത് നമ്മളെ പിന്നെ ഈ ബിയറിങ്ങിനോട് കൂടി ഈ ആംഗിൾ കൂട്ടി കൊടുക്കുക. ഈ ആംഗിൾ കൂട്ടിയിട്ട് അതിന് 180 മൈനസ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നിങ്ങളൊന്ന് വരച്ചു നോക്കിയിട്ട് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത് പറയുമ്പോൾ കുറച്ച് നേരം പിടിക്കും ഇത് പറയണേ. അപ്പോൾ ഒന്നുമില്ല, ഈ 140 ഈ ഇത് കൂട്ടിയിട്ട് പിന്നെ അപ്പോൾ ഈ ലൈനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ഇങ്ങോട്ട് ഇല്ല കേട്ടോ, അത് അറിയാൻ വേണ്ടി ചെയ്യാണ് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 140 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ആ ലൈൻ തന്നെയാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ 140 ഡിഗ്രി ഉണ്ടാവും. ശരിയല്ലേ? ഇവിടെ തൊട്ടിട്ട് ഇതേ തന്നെയാണല്ലോ, നോർത്തിന് മാറ്റില്ലല്ലോ, ഫിക്സഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെ 140 ആണെങ്കിൽ ഈ നോർത്ത് മുതൽ ഞാൻ ഈ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ ലൈൻ വരെ 140 ആയിരിക്കും. അതിനോട് കൂടിയിട്ട് നമ്മൾ ഇവിടെ 75 ഡിഗ്രിയാണ് കൂട്ടി കൊടുത്തത്. 75 ഡിഗ്രി നമ്മൾ ഇതിലൂടെ കൂട്ടി കൊടുത്തു. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് ഇപ്പോൾ ഈ 75 ഡിഗ്രി ഇവിടെ എക്സ്ട്രാ ആയിട്ട് കിടക്കുകയാണ്. ഈ 140 പറഞ്ഞാൽ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു 75ന്റെ പകുതി ഇവിടെ ഉണ്ട്, 20ന്റെ പകുതി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കൂട്ടി കൊടുത്തു. ഇനി കൂട്ടി കൊടുത്തതിന് ശേഷം നിങ്ങൾ നോക്കും 180 നമ്മളെ അതിന് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ 145 ഇതിന്റെ ഒരു പകുതി, 75ന്റെ ഒരു പകുതി നമ്മൾ ഇവിടെ കൂട്ടി കൊടുത്തായിട്ട് കൂട്ടിക്കോളും. അപ്പോൾ ഇവിടെ എത്രയായി? പിന്നെ ഒരു പകുതി കൂടി കൂട്ടി കൊടുത്തു പറഞ്ഞാൽ ഇവിടെ ഇത്രത്തോളം നിന്നു. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ കഴിഞ്ഞ് ബാക്കി 180 അതിനാണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയാവും കിട്ടുക, പകുതിയായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് പിന്നെ ഇത് മുതൽ ഇതുവരെ 145 തന്നെയാവും. ഇപ്പം എക്സ്ട്രാ നമ്മൾ കൂട്ടി കൊടുത്തത് ഈ 75 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 75 ഡിഗ്രീൻ്റെ നമ്മൾ പകുതിയാണ് എത്ര, ഏതാണ്ട് ഇത്ര വരും. പിന്നെ ഒരു പകുതി അവിടെ ബാക്കി കിടക്കണമുണ്ട്. അപ്പം ഈ മൊത്തം 150 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക? ബാക്കി ഇവിടെ തൊട്ടുള്ളത് ബാക്കിയുള്ള കിട്ടും. ബാക്കിയുള്ള 75ന്റെ പകുതി എത്ര വെച്ചാൽ അത് ഇവിടെ കിട്ടും. അതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 33.45 അങ്ങോട്ടേക്ക് വരും. കൃത്യമായിട്ട് എത്ര എന്നുള്ളത് നോക്കണം. ഇത് കറക്റ്റഡ് അല്ല, ഇത് കറക്റ്റഡ് ബിയറിങ് ഇതല്ല നമ്മളിത് ഉണ്ടാവുക. അപ്പോൾ അതൊന്നാകുമ്പോൾ ഏതാണ്ട് ഇതേ രൂപത്തിൽ തന്നെയാവും വരും. അപ്പോൾ ഇത്രയുള്ള നിങ്ങൾ ചിന്തിക്കണ്ടേ. ഇതൊന്ന് ചിന്തിച്ച് നോക്കി, ഒന്ന് നിങ്ങൾ വരച്ച് നോക്കുക. ഇങ്ങനെ വന്ന് 140 ആണല്ലോ, ഇത്ര വരെ 140 പിന്നെ 75 കിട്ടി, 75 ഡിഗ്രി നമ്മളിതിൽ ആഡ് ചെയ്തു, നമുക്ക് കിട്ടേണ്ടത് ഇത്രയാണ്. അപ്പോൾ ആ 180 നമ്മൾ ഇതൊന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കിട്ടും കൂട്ടിയതിന് ശേഷം. ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യാം കേട്ടോ. ഞാൻ അതിലേക്ക് വല്ലാതെ വരുന്നില്ല. ഇങ്ങനെ ഇതും അതേമാതിരി തന്നെ ചെയ്യേണ്ടത്. നമ്മൾ പിന്നെ ഈ കിട്ടിയിരിക്കുന്ന ഇത് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന 33 എത്രയായിരുന്നു കിട്ടിയത്? 33.45 ഈ ആംഗിൾ ഇതിനോട് കൂട്ടി കൊടുത്തിട്ട് വീണ്ടും 150 മൈനസ് ചെയ്താൽ ഇതിൻ്റെ ഫോർ ബിയറിങ്. അങ്ങനെയല്ലേ ഇനി ഫോർ ബിയറിങ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അതാണ് അടുത്തതിൽ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകാം. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം കേട്ടോ. ഇതെങ്ങനെ ചെയ്തിരിക്കുന്നത് കാൽക്കുലേഷൻ ഓഫ് ബിയറിങ്. ആദ്യം ബി സിൻ്റെ കണ്ടുപിടിച്ചു. ഇപ്പോൾ ബി സിൻ്റെ നമ്മൾ പറയുന്നത് എന്താണോ? ബിയറിംഗ് ഓഫ് എ ബിൻ്റെ ബിയറിംഗ് പ്ലസ് ആംഗിൾ ബി, ആംഗിൾ ബി കൂട്ടി കൊടുക്കുക. ബി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 70 ഇത്രയും നമ്മൾ കൂട്ടി കിട്ടിയതില്ലേ, ഇവിടെ എത്ര 73.45 എന്താണ് ഈ ആംഗിൾ കൂട്ടി കൊടുക്കുക. എന്നിട്ട് അതിന് 150 മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര വരിക? 140 പ്ലസ് ഇത് മൈനസ് 150 33.45 കിട്ടും. ഇങ്ങനെ ഓരോന്നിൻ്റെയും ബിയറിംഗ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എല്ലാ ബിയറിംഗും കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിക്കുന്ന ബിയറിംഗ് ഏതാ അറിയോ? WCB ആണ് കേട്ടോ. അപ്പോൾ WCB അല്ലേൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ WCB നമ്മൾ കണ്ടുപിടിച്ചു. എത്ര? ആദ്യത്തെ 140 തന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഇത് ടാബുലർ ഫോമിലാക്കിയതാണ്. 33 ഡിഗ്രി 137 ഇങ്ങനെയൊക്കെ കിട്ടി. ഇതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് RB നമ്മൾ കണ്ടുപിടിക്കുക. കാരണം RB നമ്മൾ സൗത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് എന്നുള്ളതിൽ വെച്ചിട്ടാണല്ലോ നമ്മളെ ഇത് കാണുന്നത്, ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും. അപ്പോൾ നമ്മൾ 140 ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ നിങ്ങൾക്ക് അറിയാലോ, WCB RB ആക്കാൻ അറിയാം. അപ്പോൾ RB ആക്കി. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇവിടെ എത്തി. എവിടെ വരെ? RB എത്തി. റെഡ്യൂസർ ബിയറിംഗ് വരെ എത്തി. ഇനി നമ്മൾ ഈ പറഞ്ഞ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് എന്ന് വെച്ചാൽ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടുത്തെ ചെക്കൊക്കെ കണ്ടിട്ട് ബിയറിംഗ് ഓഫ് ലൈൻ DA പ്ലസ് ആംഗിൾ A 140 അവസാനം നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ചെക്ക് ഉണ്ട്. നമ്മൾ ഇതൊന്നുമില്ല, ആ
ഫോർമുല നമ്മൾ അവസാനം ഇതിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ആദ്യത്തെ 140 കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ ഒന്നുമില്ല. അതിൽ ചെക്ക് നിങ്ങൾ വേണം ചെയ്ത് നോക്കിയാണ്. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് നോക്കാം. അപ്പോൾ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചറിനാണ് കേട്ടോ. പിന്നെ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചറാണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമ്മൾ കാണാൻ ഒരു ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ലാറ്റിറ്റ്യൂഡ് കാണുന്നത് എങ്ങനെയാണെന്നും ഡിപ്പാർച്ചർ കാണുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഒന്ന് L × കോസ് തീറ്റയും L × സൈൻ തീറ്റയും. അപ്പോൾ ലാറ്റിറ്റ്യൂഡിന് കോസും ഡിപ്പാർച്ചറിന് എന്താ വരിക, സൈനും വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി പിന്നെ കാണിച്ചു തരാം. ഞാനതൊന്ന് ക്ലിയർ ആക്കിയതിൽ വലുതാക്കിയിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലൈൻ എ ബിൻ്റെ ലെങ്ത് എത്ര, 250 ആണ് എൻ്റെ ഓർമ്മ. 250 മീറ്റർ ഉണ്ടാവും ഈ എ ബി എന്നുള്ള ലൈൻ. അപ്പോൾ ഇത് നമ്മളെ തീറ്റ നമുക്കറിയാം. തീറ്റ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി നമ്മൾ RB കണ്ടുപിടിച്ചില്ലേ, ഓർമ്മല്ലേ ഏതാണെന്നുള്ളത്? ഏതാണ്? ഇതാണ് സൗത്ത് ഈസ്റ്റ് 40 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്, കണ്ടില്ലേ? അങ്ങനെ ഓരോന്നിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതിൽ സൗത്ത് ഈസ്റ്റ് ആണ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് വരച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. സൗത്ത് ഈസ്റ്റ് തന്നെയാണ്, രണ്ടാമത്തെ ക്വാഡ്രന്റിലാണ് വരിക. അപ്പോൾ എ ബി എന്നുള്ള ലൈൻ ഇതിൽ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ 250 ആണ് ലെങ്ത്ത്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഈ എ ബി എന്നുള്ള ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള പ്രൊജക്ഷൻ, വെർട്ടിക്കലായിട്ടുള്ള ഈ ലൈനിലേക്കുള്ളത്. ഡിപ്പാർച്ചർ പറഞ്ഞാൽ ഹൊറിസോണ്ടൽ, അതായത് ഈസ്റ്റ് വെസ്റ്റും ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഈ പ്രൊജക്ഷൻ എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കുന്നപ്പോൾ അത് കാഡിൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടാണ് അടയാളപ്പെടുത്തിയാൽ കൃത്യമായിട്ട് കിട്ടും. ഇപ്പം അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയല്ലല്ലോ. ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ എന്താ വേണ്ടത്, ഫോർമുല ഉപയോഗിക്കുക. എന്താ ഫോർമുല? ലാറ്റിറ്റ്യൂഡിന് L × കോസ് തീറ്റ. അപ്പോൾ L പറഞ്ഞാൽ 250 ആണ്, ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 40. അത് നിങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോഗരിതം ടേബിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ഒക്കെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വാല്യൂ കിട്ടുക. 192.37. ആക്ച്വലി ഇത് 250 മീറ്റർ ഉള്ളതാണ്. ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇത്ര കിട്ടും. അതേമാതിരി ഡിപ്പാർച്ചറും കാണും, L × സൈൻ തീറ്റ. അപ്പോൾ ആ സൈൻ തീറ്റ എന്നുള്ള ഇത് ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ 250 മീറ്റർ ഉള്ള ഈ സാധനത്തിന് ഇങ്ങനത്തെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈസ്റ്റ് വെസ്റ്റിൽ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ 160.7 ഉണ്ടാവും. ഇതാണ് ഡിപ്പാർച്ചർ, ഇതാണ് ലാറ്റിറ്റ്യൂഡ്. ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു സൗത്ത് ഈസ്റ്റ്. അപ്പോൾ ഞാൻ സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിൽ വരച്ചതാണ് കേട്ടോ. ഇത് കിടക്കുന്നത് സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അതിനാണ് നമ്മൾ RB കണ്ടുപിടിക്കുന്നത്. RB പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്മൾ മെഷർ ചെയ്യുക സൗത്ത് ഈസ്റ്റിന് ഇങ്ങോട്ട്. ഇനി ഓരോരോ ക്വാഡ്രന്റിലുള്ള ലൈൻസുകളായിരിക്കും നമുക്ക് വരിക. ഇപ്പോൾ AB ഇവിടെ കിടക്കുന്നത്. ഇനി അടുത്ത ലൈൻ ഏതാ നമുക്ക് നോക്കാം. അടുത്ത് BC ഏതിലാണ് വരിക എന്നുള്ളത് നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ അടുത്തത് BC ഇതാണ്ടോ. BC എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലാണ് വരിക. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ക്വാഡ്രന്റിലാവും വരിക. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇതേമാതിരി ലൈൻ, അല്ലെങ്കിൽ ഞാൻ വരച്ചില്ല, ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമുക്ക് എത്രയും ലാറ്റിറ്റ്യൂഡ് കിട്ടി, 250 × കോസ് 40. ഞാൻ അവിടെ മാർക്ക് ചെയ്ത 191 ഇതും കിട്ടി. ഡിപ്പാർച്ചർ 160. ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടില്ല കളറിൽ. ഈ അളവ് തന്നെയാണ് ഈ അളവ്. അപ്പോൾ ഇതിന് നമ്മൾ സൈൻ കൊടുക്കണം. ഇത് ലാറ്റിറ്റ്യൂഡ് എവിടെ ചെന്നിട്ട് തട്ടണ, പിന്നെ സൗത്തിലായതുകൊണ്ട് പിന്നെ സൗത്തിൻ്റെ ഇതെന്താണ്, സൈൻ എന്താ, മൈനസ് അല്ലേ? അത് ഓർമ്മയല്ലേ? ഞാൻ പറഞ്ഞതല്ലേ സൗത്തിൻ്റെത് മൈനസ് ആയിരിക്കും. പിന്നെ ഏതാ മൈനസ് ഉള്ളത് വരുന്നത്? വെസ്റ്റിൻ്റെതും മൈനസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് ഡിപ്പാർച്ചർ ഈസ്റ്റിലേക്കാണ്, ഈസ്റ്റ് ക്വാഡ്രന്റിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് പ്ലസ്. ഓർമ്മയല്ലേ പറയുന്നത്? ഇത് നോക്കണോ ഒന്നുകൂടെ? ഇതുണ്ടോ, ഇത് നെഗറ്റീവ് ആണല്ലോ, നമുക്കറിയാലോ. ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് രണ്ടും പോസിറ്റീവ്, ഇത് രണ്ടും നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതാണ് ഇതുണ്ടോ 160.7 ഇത് ഡിപ്പാർച്ചർ, ഇത് മറ്റേത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കണം. ഏതാ കോർഡിനേറ്റ്, കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് ബീൻ്റെ കണ്ടു. എൻ്റെ നമുക്ക് അറിയായിരുന്നു. പിന്നെ എൻ്റെ എൻ്റെ അവസാനം വരും കാണും. പിന്നെ ബീൻ്റെ കണ്ടു, സീൻ്റെ കണ്ടു, ഡീൻ്റെ കണ്ടു, അവസാനം എൻ്റെ കൂടെ കണ്ടു. എൻ്റെ ഇത്രയും കിട്ടി. ഇപ്പം അതെല്ലാം കിട്ടി. ഏതാ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ്, ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇതിൽ തന്നെ ഫുള്ളായിട്ട് ഒരു അവിടെയും ഇവിടെയും കുറച്ചൊരു ഇതുള്ളതുകൊണ്ടാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്.
അപ്പോൾ ഞാൻ ഏതായാലും ഇത് പോണത്തോളം ഇങ്ങനെ ചെയ്തു തരാം. എന്നിട്ട് പിന്നെ നമുക്ക് ആ പുതിയ ഇതിലേക്ക് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ഇതിൽ പറയുന്നത് സിഗ്മ, ഇതിപ്പോൾ ലാറ്റിറ്റ്യൂഡ്, ഇത് നോർത്തിങ്ങും ഇത് സൗത്തിങ്ങും ആണ്, ഇത് ഈസ്റ്റിങ്ങും വെസ്റ്റിങ്ങും ആണ്. വലിയ ഒരു കോളം മാത്രമേ വരച്ചിട്ടുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ സിഗ്മ ലാറ്റിറ്റ്യൂഡ് ഈക്വൽ ടു പിന്നെ എന്ന് പറഞ്ഞാൽ ഏതാ വരിക, ഇതിൻ്റെ സമ്മ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള സമ്മാണ് ലാറ്റിറ്റ്യൂഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡിൽ എന്തൊക്കെ വരിക, നോർത്തിങ്ങും സൗത്തിങ്ങും വരും. ഇതിലേതാ വരിക, ഡിപ്പാർച്ചറിൽ നിങ്ങൾക്ക് അറിയാലോ ഈസ്റ്റിങ്ങും വെസ്റ്റിങ്ങും വരും, ഉറപ്പല്ലേ, ഹൊറിസോണ്ടലായിട്ടുള്ളതിന്. അപ്പോൾ ഇത് ഈസ്റ്റിങ്ങും വെസ്റ്റിങ്ങും ആണ്, ഇത് നോർത്തിങ്ങും സൗത്തിങ്ങും ആണ്. അപ്പോൾ സൗത്തിങ്ങിലുള്ള ഇതൊക്കെ എന്തായിരിക്കും, കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇതെന്തായിരിക്കും, നോർത്തിങ്ങിൽ പോസിറ്റീവ് ആകും. നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ സൈൻ അറിയാം, അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സമ്മ് പിന്നെ ഈ ഒരു വാല്യൂ ഒരേമാതിരി ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 ആണെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് എറർ ഇല്ല എന്നർത്ഥം. ഇവിടെ അങ്ങനെ തന്നെ ഡിപ്പാർച്ചറും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കൂട്ടി വെക്കാം. ഇത് രണ്ടും ഇതിപ്പോൾ സമ്മ ചെയ്താട്ടോ, അതൊക്കെ ഒരു ഓർഡർ ഇല്ലാതെ പോയിരിക്കുകയാണ്, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി, ഇത് നമ്മളെ നോർത്തിങ് ആണ്, ഇത് രണ്ടും സൗത്തിങ്ങും ആണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയപ്പോൾ 651 സംതിങ് കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴും സംതിങ് 600 ചില്ലാനും വരും. അപ്പോൾ ഇതും ഈ 651 അല്ല ഇവിടെ കിട്ടുക, നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം 651 ആവില്ല അതിൻ്റെ സമ്മ വരിക. അപ്പോൾ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 24.24 ഇതാണ് 5ആണ്. ഇനി ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ഡിപ്പാർച്ചറും അങ്ങനെ തന്നെ. ഇതും കൂടി ഉള്ള ഇത് കൂട്ടിയിട്ടുള്ളതാണ് ഇത് കിട്ടി, ഇതൊരു ഓർഡറൊന്നുമല്ല. അപ്പോൾ 500 ചില്ലാനും കിട്ടി. ഇനി ഇതും കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ 500 ചില്ലാൻ കിട്ടും. ഇത് ഒരേ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇത് രണ്ട് വാല്യൂ. അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്ന ഡിഫറൻസ് ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയ കോളത്തിൽ വെക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. ഞാനത് നിങ്ങൾക്ക് ഒന്നുകൂടി ഇതിൽ കാണിച്ചു തരാം. മറ്റേ ക്ലിയർ ആയിട്ടുള്ള ഇതിലുണ്ട് അത് കേട്ടോ, അതൊന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നോക്കിക്കോളൂ, ഞാനത് ഇതേ പ്രോബ്ലം തന്നെയാണിത്, പ്രോബ്ലം വേറെയാണ്, പക്ഷെ അതിൽ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന കോളാണത്. ഏത് പിന്നെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർത്തിങ്ങും സൗത്തിങ്ങും ഉണ്ടാവും, ഡിപ്പാർച്ചർ പറഞ്ഞാൽ ഈസ്റ്റിങ്ങും വെസ്റ്റിങ്ങും. ഇത് മൈനസാണ്, അതൊക്കെ നമുക്ക് അറിയാലോ. അപ്പോൾ ഓക്കെ, ഇപ്പം ഇനി നിങ്ങൾ ഇതിലേക്ക് നോക്കൂ, ഈ നോർത്തിങ്ങിൻ്റെ വാല്യൂ അവിടെ ആ കൂട്ടിയിട്ടതൊക്കെ ഒരു ഓർഡറായിട്ട് ഡിസോർഡറിലാണ് കിടക്കുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ കോളത്തിൽ നമ്മളെല്ലാം ഇവിടെ കൂട്ടിയിട്ട് അപ്പോൾ 210.1. ഇത് വേറെ വാല്യൂ കേട്ടോ, ഇത് ഒരു കണ്ടുപിടിച്ച് തന്നെ ഇതേ വേറെ പ്രോബ്ലം ആണല്ലോ, മാറ്റങ്ങളൊന്നുമില്ല. ഇത് എല്ലാം നമ്മൾ കൂട്ടിയിട്ടാൽ ഒരു വാല്യൂ കിട്ടും. ഇതാണ് ഇവിടെ 210.71, ഇവിടെ 210.92 കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് രണ്ടും ഒരേ വാല്യൂ ആയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അതേമാതിരി ഇതിൽ രണ്ട് വാല്യൂ ആണെങ്കിൽ ക്ലോസിംഗ് എറർ ഇല്ല എന്നർത്ഥം. പക്ഷെ ഇവിടെ ക്ലോസിംഗ് എറർ ഉണ്ട്. എന്താ കാരണം, ഇതിലൊരു വാല്യൂ ആണ്, ഇതിൽ മറ്റൊരു വാല്യൂ ആണ് കിടക്കുന്നത്. അപ്പോൾ സെയിം വാല്യൂ അല്ല. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ചെറുതാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇത് ചെറുതും ഇത് വലുതുമാണ്. അപ്പോൾ ചെറുതെന്ന് വലുത് മൈനസ് ചെയ്ത് അവിടെ കിട്ടുന്നത് എന്തായിരിക്കും, മൈനസ് വാല്യൂ ആവും. നമ്മൾ ഇത് മൈനസ് ചെയ്തിട്ട് മൈനസ് വാല്യൂ ആവും ഇവിടെ കിട്ടുക. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ എങ്ങനെ വന്നത്, അല്ല ഇവിടെ നേരെ മറിച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇത് വലുതും ഇത് ചെറുതുമാണ് വരുന്നത്, അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് വാല്യൂ കിട്ടി. പക്ഷെ നമ്മളെ പ്രോബ്ലത്തിൽ ഇത് രണ്ടും നെഗറ്റീവ് വാല്യൂ ആണ് കേട്ടോ. അതൊന്നും ഇവിടെ തന്നെ അത് കാണിച്ചു തരാൻ കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും അവിടെ കണ്ടാൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നോർത്തിങ് മുഴുവൻ കൂട്ടുക, സൗത്തിങ് മുഴുവൻ കൂട്ടുക, അപ്പോൾ രണ്ട് വാല്യൂ കിട്ടും. അപ്പോൾ ആ രണ്ട് വാല്യൂ ഇത് ചെറുതാണോ, ഇതൊന്ന് കമ്പയർ ചെയ്യണം, ഏതാ വലുത് ഏതാ ചെറുത് എന്നുള്ളത്. ഇനി നമ്മൾ കറക്ഷൻസ് ഉണ്ട്, അടുത്ത കോളത്തിൽ കറക്ഷൻസ് ആണ്. കറക്ഷൻസ് വരുമ്പോൾ ഈ ഇവിടെ ചെറിയ വാല്യൂ ഇല്ലേ, അതായത് ഇവിടെ ഇപ്പോൾ എന്താ വരുന്നത്, ഇതിനെക്കാളും ചെറിയ വാല്യൂ ആണ്, ഇത് വലുതുമാണ്. അപ്പോൾ ഇവിടെ ചെറിയ വാല്യൂ വരുന്നിടത്ത് നമ്മൾ ഈ കറക്ഷൻസ് ഒക്കെ ഇതിൻ്റെ കോളൊക്കെ നമ്മൾ കൂട്ടി കൊടുക്കേണ്ടി വരും. ഈ നോർത്തിങ്ങിൻ്റെ കോളം കണ്ടോ, ഇതൊക്കെ ഇത് ചെറിയ, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ നോർത്തിങ് ഈസ് ലെസ് ദാൻ സൗത്തിങ് ആണ്. അതാണ് നമ്മൾ അന്ന് പറഞ്ഞ ഒരു പിന്നെ പോയിന്റ്. അപ്പോൾ ഇതിൽ ഞാനൊക്കെ പറഞ്ഞു തരാം എനിക്ക് മനസ്സിലാവാൻ വേണ്ടി. അങ്ങനെ ആ തിയറി ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ കറക്ഷൻ വരുമ്പോൾ ഇത് ചെറിയ വാല്യൂ ആയതുകൊണ്ട് ഇതിലൊക്കെ നമ്മൾ പോസിറ്റീവ് ആവും എഴുതുക. കറക്ഷൻസ് നമ്മൾ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുന്നതാണ്. ഇതാ കറക്ഷൻസ് കണ്ടില്ലേ. അപ്പോൾ നോക്കൂ, ഇത് കറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ ആണിത്. ഈ വാല്യൂ ഒക്കെ പോസിറ്റീവാണ്, കംപ്ലീറ്റ് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ, ഇത് ഇതിനെക്കാട്ടും ചെറുതാണ്.
ഇവിടെ ഇത് ഇതിനെക്കാട്ടും വലുതാണത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യുക ചെയ്യേണ്ടി വരിക. കാരണം ഇവിടെ കൂടുതലല്ലേ. അപ്പോൾ കറക്ഷൻസ് നമ്മൾ ഇതിൻ്റെ നേരെ വരുന്ന വാല്യൂസ് ഒക്കെ മൈനസ് ആയിരിക്കും കേട്ടോ. അത് മൈനസ് വാല്യൂ ഉണ്ടോ. ഇതേമാതിരി തന്നെ കേട്ടോ ഡിപ്പാർച്ചറും വരിക. ഈ നെഗറ്റീവ് ഇവിടെ വലുതും ഇവിടെ ചെറുതാണോ നോക്കുക. ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതേമാതിരി ചെറുതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പ്ലസ് വാല്യൂ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ വലുതാണ് വരിക അതിന്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വാല്യൂ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? മറ്റത് ചെറുതായതുകൊണ്ട് ഇവിടെ പ്ലസ് വാല്യൂ വരും. അപ്പോൾ അത് നിങ്ങൾ ഇനി നോക്കണം കേട്ടോ. ഞാനത് വല്ലാതെ പറയില്ലേ. അത് അവിടെ കുറേ ഫോർമുലകളും സിദ്ധാന്തങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷനാവും. സംഭവം ഇത്രയേ ഉള്ളൂ അത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഇപ്പോൾ നമ്മളിത് പറഞ്ഞ ഈ സ്റ്റെപ്പ് വരെ നമ്മൾ എത്തിക്കഴിഞ്ഞ് ഇനി നമ്മൾ കറക്ഷൻസ് ആണ് അടുത്ത്. ഇത് പ്രോബ്ലം വേറെ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വേറൊരു ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ കംപ്ലീറ്റ് ഉള്ളത് എടുത്തതാണ്. മറ്റത് പിന്നെ ട്രാവേഴ്സ് ഇല്ല, പ്ലോട്ടിങ് എങ്ങനെയാണെന്നില്ല, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെന്ന് അതിലില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. ഇത് ഞങ്ങൾക്ക് ഇതിൽ വാട്സപ്പിൽ ഇട്ട് തരാം വേറെ. അപ്പോൾ ഇനി നമ്മൾ കൊണ്ട് ആ പ്രോബ്ലത്തിൽ തന്നെ പോവുകയാണ്. കണ്ടില്ലേ? ഈ പ്രോബ്ലത്തിൽ ഇത്രയേ ഉള്ളൂ ആ സംഭവം വരും. അവസാനം ഉണ്ട് ഇതെല്ലാ സാധനം കൂടെ, പക്ഷെ ഒരു ഓർഡറിലല്ലാത്തതുകൊണ്ട് എന്നാൽ മനസ്സിലാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. ഇതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്ത് കൂട്ടി വെച്ച് ഇവിടെ കുറേ ഇവിടെ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതിൻ്റെ അതായത് ഇതിൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 24 പോയിന്റ് ഇതും 29 അപ്പോൾ അതൊന്ന് നോക്കണം. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞു നോക്കാം. ഇനി നമ്മൾ പിന്നെ ക്ലോസിംഗ് എറർ കണ്ടുപിടിക്കണം. ക്ലോസിംഗ് എറർ കണ്ടുപിടിക്കാനുള്ള നമ്മളെ ഫോർമുല എന്തായിരുന്നു? സിഗ്മ ലാറ്റിറ്റ്യൂഡിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ലാറ്റിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് സിഗ്മ ഡിപ്പാർച്ചറിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അത് നമ്മളെ കണ്ടുപിടിച്ചു. ഇതാ എറർ ഇതാണ് സിഗ്മ ലാറ്റിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ഇവിടെ എഴുതിയില്ലേ? അതുണ്ട്. ഇത് രണ്ടും മൈനസ് വാല്യൂ ആണ് കേട്ടോ. ഇതിവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൂ. മൈനസ് വാല്യൂ ആണ് പറയാൻ കാരണം മറ്റേന്ന് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് വാല്യൂ കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളാം. ഇത് ചെറുതെന്ന് വലുത് മൈനസ് ചെയ്തിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വാല്യൂ വരുന്നത് കേട്ടോ. ഇതിലും അങ്ങനെ തന്നെ ചെറുതെന്ന് വലുത് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് വാല്യൂ വരും. ഇവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൂ. ഇങ്ങനെ മൈനസ് വന്നു എന്നുള്ളത് പിന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതിന് പറഞ്ഞു. അപ്പോൾ സിഗ്മ ലാറ്റിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് പിന്നെ ഡി സ്ക്വയർ. അപ്പോൾ അത് കിട്ടി. ഏത്? ക്ലോസിംഗ് എറർ ഇത്രയും മീറ്റർ എന്നുള്ളത് നമുക്ക് കിട്ടി. ഇതാണ് നമ്മളെ ക്ലോസിംഗ് എറർ വരുന്നത്. ഇത്രയും മീറ്റർ, ഇത്രയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളതിനു വേണ്ടി പറഞ്ഞു തരികയാണ്. ഇനി നമ്മൾ എന്താണ് ആ ക്ലോസിംഗ് എറർ, പിന്നെ ആ ക്ലോസിംഗ് എററിൻ്റെ ഡയറക്ഷൻ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ, അല്ലെങ്കിൽ ആ ആംഗിൾ ഓർമ്മയല്ലേ ഞാൻ കാണിച്ചിരുന്ന അന്ന്, അതിന് നമ്മൾ ടാൻ തീറ്റ എടുത്താൽ മതി. അന്ന് ഞാൻ പറഞ്ഞതാണല്ലോ OX ബൈ OY എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ കണ്ടില്ലേ, ടാൻ എടുത്തിട്ടേ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്രയാണ് ഡിഗ്രി കാണാനുള്ള, നിങ്ങൾ ടാൻ ഇൻവേഴ്സ് ലോഗരിതം ടേബിളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ സയൻറ്റിഫിക്കലി കിട്ടും. ഇതാണ് അതിൻ്റെ ഫോർമുല. ടാൻ ഇൻവേഴ്സ് ഏതാണ്? ഇതേ ബൈ ഇത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചതിനെ ഹരിക്കുന്ന ഡിപ്പാർച്ചർ ബൈ എല്ലിനെ ടാൻ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തീറ്റ കിട്ടും. അപ്പോൾ തീറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടിയ അറിയോ? 50 ഡിഗ്രി എത്രയാണ്? 49 മിനിറ്റ് 30 സെക്കൻഡുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇത് വരിക. കാരണം എന്താ വെച്ചാൽ സിഗ്മ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ആർ നെഗറ്റീവ് കുറവായതുകൊണ്ട് അത് നമ്മൾ സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും വരിക. അപ്പോൾ അതൊക്കെ. അപ്പോൾ 50 ഡിഗ്രി ഇതാണ് സംഭവം. നമ്മളെ ക്ലോസിംഗ് എററും അതിൻ്റെ ഡയറക്ഷനും നമുക്ക് കിട്ടി. അപ്പോൾ ഇത് പിന്നെ അത് എഴുതിയതാണ്, പ്രാക്ടിക്കലി ഇതെല്ലാം. ഇനി കറക്ഷൻസ് ആണ്. കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഞാൻ പറഞ്ഞ നേരത്തെ ആ കോളം കണ്ടില്ല, ഞങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള ഫോർമുലകൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബോഡി ചെസ് റൂളുണ്ട്, പല റൂളുകളുണ്ട്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ പിന്നെ എന്താ പറയുക, ഇതിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്തിരിക്കുന്ന കറക്ഷൻസിൻ്റെ കോളം കണ്ടില്ലേ? ഓരോന്നിൻ്റെയും കറക്ഷൻസ്, ലാറ്റിറ്റ്യൂഡ് നോർത്തിങ്ങിൻ്റെ കറക്ഷൻസ് എന്നൊരു കോളം ഉണ്ടാവും. അതേമാതിരി ഈസ്റ്റിങ്ങിൻ്റെ ഡിപ്പാർച്ചറിൻ്റെ ഒരു കറക്ഷൻസ് എത്രയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയാണെന്നുള്ളത് അറിയാൻ. ഇപ്പോൾ ഈ നോർത്തിങ്ങിൻ്റെ കറക്ഷൻ ഇത്രയാണ്. ഇതും കൂട്ടിയാൽ കിട്ടുന്നതാണ് കറക്റ്റഡ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ്. കണ്ടോ? ഇതുകൂടി നമ്മളെ 165 പോയിന്റ് ഇതും നമ്മൾ കറക്റ്റ് ചെയ്ത കോർഡിനേറ്റ് ഇതുകൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ അത് ഈ കോളത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. കറക്റ്റഡ് കോർഡിനേറ്റ്സ് എന്നുള്ളതിലേക്ക് എഴുതുക ചെയ്യാം. അപ്പോൾ പ്ലസ് ഉള്ള പ്ലസിനോടുകൂടി കൂട്ടണം, മൈനസ് ഉള്ള ഇപ്പോൾ ഇതിലുണ്ടാവും മൈനസ് ചെയ്താൽ പ്ലസ് ചെയ്താൽ നിങ്ങളത് നോർത്തിങ് മാത്രം ആദ്യം കൂട്ടി എഴുതുക, മറ്റേ ഈസ്റ്റിങ് മാത്രം എഴുതുക. അങ്ങനെ ആകുമ്പോൾ തെറ്റില്ല. അപ്പോൾ നമുക്കറിയാലോ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് എന്നുള്ളത് നോക്കി ഇതിൽ എഴുതുക. അപ്പോൾ കറക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് അടുത്ത നമ്മുടെ സ്റ്റെപ്പ്.
ആ കറക്ഷൻസ് കണ്ടുപിടിച്ചാൽ കിട്ടുന്ന കറക്ഷൻസ് പിന്നെ രണ്ടും കൂട്ടിയിട്ട് കറക്റ്റഡ് കോളത്തിൽ നമ്മൾ എഴുതണം. അതാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്ഷൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന ഫോർമുലകളെന്ന് ഞങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിവിടെ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ട്രാൻസിറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്, ട്രാൻസിറ്റ് റൂള്. അപ്പോൾ ആ റൂള് നമുക്കറിയാം. എന്ത് ചെയ്യുന്നത് ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചറിൻ്റെ ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിൻ്റെ ടോട്ടൽ എറർ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിപ്പാർച്ചർ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻറ്റു ലാറ്റിറ്റ്യൂഡ് ഓഫ് അതിനെ ഗുണിക്കുക ഓർ ഡിപ്പാർച്ചർ, രണ്ടിനും ഒരേ മാതിരി തന്നെ. അതുകൊണ്ടാണ് ലാറ്റിറ്റ്യൂഡ് ഓർ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. ഓഫ് ദാറ്റ് ട്രാവേഴ്സ് ലൈൻ, ആ ലൈനിൻ്റെ ട്രാവേഴ്സ് ലൈൻ്റെ അത്. പിന്നെ അതിനായിരിക്കുക അരിത്തമെറ്റിക് സം ഓഫ് ദി ലാറ്റിറ്റ്യൂഡ്. അതിനെല്ലാം കൂടെ ലാറ്റിറ്റ്യൂഡ് കൂട്ടി, ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അതിൻ്റെ, അല്ലെങ്കിൽ ഡിപ്പാർച്ചർ ആണെങ്കിൽ അതിൻ്റെ സമ്മ് ടോട്ടൽ എത്രയാണ് അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ലൈൻ എ ബിൻ്റെ കറക്ഷൻസ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ കറക്ഷൻസ് ആദ്യം പറഞ്ഞിരിക്കുന്നത് കറക്ഷൻസ് ഓഫ് സൗത്തിങ് ആണ്. കറക്ഷൻസ് ഓഫ് സൗത്തിങ്ങിൽ നമ്മൾ പറഞ്ഞ ഫോർമുല പ്രകാരം ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മളിവിടെ 24 പോയിന്റ് ഇതാണല്ലോ എറർ കണ്ടുപിടിച്ചത്. അത് ഇൻറ്റു പിന്നെന്താ പറഞ്ഞത്, ലാറ്റിറ്റ്യൂഡ് ഓർ ഡിപ്പാർച്ചർ ഓഫ് ആ ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ അത് 540 പോയിന്റ് ഇതാണ് ഇവിടെ ഉണ്ടാകണില്ലേ. ഈ ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് അത് പിന്നെ അല്ലെങ്കിൽ ഡിപ്പാർച്ചർ ഏതാ വെച്ചാൽ പിന്നെ ഇതിൻ്റെ എത്ര ആദ്യത്തെ 191 അതെ, ആദ്യം 191. ഓക്കെ, ഈ 191 ഡിവൈഡഡ് ബൈ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ സം ഓഫ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ്. അരിത്തമെറ്റിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയാങ്ങൾ. ഈ പിന്നെ ഇത് നമ്മളൊക്കെ പാടെ കൂട്ടുക, ഇതും 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 ഇതതിൽ വരില്ല കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടിയാലേ നമുക്ക് കിട്ടും. അതായത് ഇതും ഇതും വരും, ഇതും ഇതും വരും, അല്ലെങ്കിൽ ഇതും ഇതുകൂടി കൂട്ടിയാൽ മതി. പിന്നെ ഇതും ഈ 651 പോയിന്റ് ഇതിലുള്ള ഈ വാല്യൂ ഇതും ഇതുകൂടി കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ മൊത്തമുള്ള വാല്യൂ ഇത് കൂട്ടിയിട്ടതാണ്. അല്ലെങ്കിൽ ഇത് 4 കൂടെ 1 2 3 4 വാല്യൂ കൂടി കൂട്ടിയത്. അതാണ് ഈ 1326 പോയിന്റ് സംതിങ് വരുന്നത് കേട്ടോ. ഇതാണ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, വാല്യൂ കിട്ടും. ഇനിയിപ്പോൾ അതിൻ്റെ സൈന് വാല്യൂ പോസിറ്റീവ് ആണോ ഇതാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ അന്ന് പറഞ്ഞിരിക്കുന്ന ഇത് അവിടെ തന്നെ എഴുതിയിട്ട് തോന്നുന്നുണ്ട്. അത് കണ്ടോ ഇവിടെ ഇത് പോസിറ്റീവ് ആവാനുള്ള കാരണം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കറക്ഷൻസ് സൗത്തിങ്ങിൻ്റെ അല്ലേ. സൗത്തിങ്ങിൻ്റെ കറക്ഷനാണ് കണ്ടുപിടിച്ചത് വെച്ചാൽ സൗത്തിങ് ഈസ് പിന്നെ ലെസ് ദാൻ നോർത്തിങ്. അപ്പോൾ സൗത്തിങ് ഇതിനെക്കാട്ടും ചെറുതായതുകൊണ്ട് എന്താണ്, അപ്പോൾ നമ്മളിത് കൂട്ടി കൊടുക്കുക ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഇത് നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ് വാല്യൂ വരിക. സൗത്ത് വലുതും ഇത് ചെറുതുമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മൈനസ് ആവും വരിക. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ ചെറുതായതുകൊണ്ട് നമ്മൾ ചെറുതാകുമ്പോൾ കൂട്ടി കൊടുക്കുക, വലുതാണെങ്കിൽ കുറയ്ക്കുക, അത്ര തന്നെ. അതായത് പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പ്ലസ് വന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ബി സി പിന്നെ എല്ലാതിൻ്റെയും നമ്മൾ കറക്ഷൻസ് കാണുകയാണ്. സൗത്തിങ്ങും നോർത്തിങ്ങും ഈസ്റ്റിങ്ങും വെസ്റ്റിങ്ങും എല്ലാം കംപ്ലീറ്റ് നമ്മൾ കാണുകയാണ്. മനസ്സിലായില്ലേ? ഇനി ആ കറക്റ്റഡ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സുകൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഓരോരോ വാല്യൂ ഉണ്ടോ, 0 എത്ര മീറ്റർ എന്നുള്ളത് നമ്മൾ അടുത്ത കോളത്തിൽ എഴുതണം. ഇവിടെ ഇപ്പോൾ കോളൊന്നും ഇപ്പോൾ ഒരു ഇങ്ങനെ ലാസ്റ്റ് ഉണ്ട്, പക്ഷെ അത് ഒരു ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ വീണ്ടും കാണിച്ചിട്ട് നിങ്ങളിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കറക്ഷൻസ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി ആ കറക്ഷൻസ് ഒക്കെ പാടെ നമ്മൾ പിന്നെ ഞാൻ ഇതിൽ കാണിച്ചാൽ പെട്ടെന്ന് എന്താ കറക്റ്റഡ് കോൺസിക്യൂട്ടീവ് കോളംസ്, ഇത് കറക്ഷൻസാണ്. ഈ കറക്ഷൻസ് ഒക്കെ ഈ കോളത്തിൽ എഴുതുക. നോർത്തിങ് സൗത്തിങ് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, വെസ്റ്റിങ് കംപ്ലീറ്റ്. അതൊക്കെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ സൈൻ എല്ലാം തെറ്റാതെ ഇതിൽ എഴുതിയിട്ട് ഇനി ഓരോന്നോരോന്ന് കൂട്ടി നമ്മൾ ഇതിലേക്ക് ഇടാം. ഇപ്പോൾ നോക്കൂ, പിന്നെ ഇതിനൊക്കെ സമ്മ എഴുതണം എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നും, അതിൻ്റെയൊക്കെ ഒരു ആവശ്യം വരും. ഇപ്പോൾ നോർത്തിങ് നോക്കൂ, ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ വാല്യൂ ഇതൊക്കെ നമ്മൾ സമ്മ ചെയ്ത് കൊടുത്ത് നോക്കാം. 228 ഇതെല്ലാം വാല്യൂകൾ 288 പോയിന്റ്. ഈസ്റ്റിങ് ഇതാ ഈ പിന്നെ നോർത്തിങ്ങും സൗത്തിങ്ങും പിന്നെ ഏതാതിൽ വന്നിരിക്കും നോർത്തിങ് സൗത്തിങ് ഈസ്റ്റിങ്ങും വെസ്റ്റിങ്ങും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്ത ഇതേ വാല്യൂ നമ്മൾ ഇതിലേക്ക് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ രണ്ടും കൂട്ടിയാൽ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ കറക്ഷൻസ് കറക്റ്റ് ആയിരിക്കും എന്നർത്ഥം. ഈ വാല്യൂകൾ ഒരേമാതിരി ഇവിടെ വരും നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതിൽ മൊത്തം സംഭവം ചെയ്തില്ല, എററുണ്ടോ നിങ്ങളിത് കൂട്ടി വെക്കുക.
അപ്പോൾ നോർത്തിങ് സൗത്തിങ് ഇതെല്ലാം കൂട്ടി വെക്കും. ഇതൊക്കെ ഇത് രണ്ടും ഒരേമാതിരി വാല്യൂകൾ വരും എന്ന് വെച്ചാൽ രണ്ടും 0 ആയിട്ട് വരും. ഇത് കൂട്ടി കഴിഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും കഴിഞ്ഞാൽ 0, നെഗറ്റീവ് പോസിറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0. അങ്ങനെയാണ് പിന്നെ എറർ തീർന്നു എന്നുള്ള അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ഇങ്ങനെ കഴിഞ്ഞാൽ ഇതിപ്പോൾ പല കോർഡിനേറ്റിൽ കിടക്കുന്നതാണ്. ഇനി ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിലൊരു വാല്യൂ തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്നത്തെ കാര്യം പറയാം. ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ പല ക്വാഡ്രന്റിൽ ആയിരിക്കും. അതായത് 4 ക്വാഡ്രന്റിലും കൂടി ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതാണ് ഉണ്ടാവുക എല്ലാം കൂടെ. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമ്മൾ ഒരു പോസിറ്റീവ്, അതിലിപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടല്ലോ ഈ ഇതിൽ, ഈ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സിൽ പലതും ഉണ്ടാവും. ഇതിനെ മൊത്തം നമ്മളാണ് പോസിറ്റീവ് ആക്കുക. പോസിറ്റീവ് ആക്കണമെങ്കിൽ ഏത് ക്വാഡ്രന്റിലേക്ക് കൊണ്ടുവരണം? നോർത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയ ആണ് ഈ ശരിക്കും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ഏതാ ഇതന്നെ, സോറി ഇതിലുണ്ടല്ലോ താഴത്തുണ്ടല്ലോ, ഇതന്നെ, ഇത് കണ്ട നിങ്ങൾ, ഇതാണ് സംഭവം. അപ്പോൾ ഈ പല ലൈൻസുകൾ 4 ക്വാഡ്രന്റിൽ കിടക്കായിരിക്കും എ ബി. ഇതിപ്പോൾ വേറെ പ്രോബ്ലമാണ്. അപ്പം നമ്മൾ ചെയ്ത പ്രോബ്ലംസിൻ്റെ ഒക്കെ അതിനെല്ലാം കൂടെ നമ്മൾ ഒരൊറ്റ ഇതിൽ മറ്റേ ഒരു ക്വാഡ്രന്റിലേക്ക് കൊണ്ടുവരിക. ഒറ്റ ക്വാഡ്രന്റിലേക്ക് കൊണ്ടുവന്നാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മളൊരു വാല്യൂ എടുക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു വാല്യൂ എടുക്കുക. അതായത് ലാറ്റിറ്റ്യൂഡിനും ഡിപ്പാർച്ചറിനും ഇപ്പം 100ഓ 300ഓ അതിനെക്കാട്ടും നമ്മൾ ഈ ഒറ്റ ക്വാഡ്രന്റിൽ കൊള്ളണം. പിന്നെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ക്വാഡ്രന്റിലേക്ക് പോകരുത്. ആ രീതിയിൽ നമ്മളൊരു വാല്യൂ എടുക്കുക. ഇപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് എത്രയും നമുക്ക് നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം ഈ പോയിന്റ് ഡി എന്നുള്ള പോയിന്റ്, ഇത് വേറൊരു ക്വാഡ്രന്റ് കടന്നിരുന്നതാണ്. പിന്നെ ആ ക്വാഡ്രന്റൽ ലൈൻസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡി എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ കൊടന്നിരിക്കുന്നത് കേട്ടോ 100 എന്നുള്ളൊരു വാല്യൂ എടുത്തു ആ ഡി എന്നുള്ളത്. അതേമാതിരി ഇത് നോർത്തിങ്ങിന് കേട്ടോ, നോർത്തിങ് ലാറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ നോർത്തിങ്ങിൽ കൊടുക്കുന്നത്, ഡിപ്പാർച്ചർ അതായത് ഈസ്റ്റിങ്ങിൽ വരുന്നത് 300 എന്നുള്ളൊരു വാല്യൂ എടുത്തു. അപ്പോൾ നോക്കൂ, ഇതാണ് ഡി എന്നുള്ള പോയിന്റ്. ഇനി നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പ്രൊജക്ഷൻ നോക്കാം. അതുകൊണ്ടോ 300ലാണ് കിടക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് 300ഉം ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര നമ്മൾ പറഞ്ഞത് 100 എന്നുള്ള വാല്യൂ. ഇതാ ഡി എന്നുള്ള പോയിന്റ് കേട്ടോ. അപ്പോൾ ഒറിജിനിൽ ഇങ്ങോട്ട് ഒരു 300 എടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ട് 100 എടുത്തു. ഇതിപ്പോൾ നമ്മൾ ഡി എന്നുള്ള പോയിന്റിനെ നമ്മൾ എല്ലാ ക്വാഡ്രന്റിനും ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് കൊടുക്കുന്നു. ഇതേമാതിരി കറസ്പോണ്ടിങ് ആയിട്ട് മറ്റുള്ള വാല്യൂകളൊക്കെ ഇതേമാതിരി ഇതിനോട് ഇനി ബാക്കിയുള്ള നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ, എല്ലാ വാല്യൂയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ എല്ലാ ക്വാഡ്രന്റിൽ നിന്നും നമ്മൾ ഒരൊറ്റ ക്വാഡ്രന്റിലേക്ക് ഈ സാധനം വരും. അപ്പോൾ അതാണ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നോക്കൂ, നമുക്ക് ഇതിലേക്ക് നോക്കാം. ഇപ്പം 100 കൊടുത്തു. ഈ 100നോട് കൂടിയിട്ട് അടുത്ത പോയിന്റ് ഡി എന്നുള്ളപ്പോൾ ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഈ 100ഉം ഈ 156ഉം അതായത് നോർത്തിങ് കൂട്ടി, ഇതാണല്ലോ നമ്മളെ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇവിടത്തെയും കറക്റ്റഡ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്. ഈ 100നോട് കൂടി നമ്മൾ ഈ 156 കൂട്ടി കൊടുത്തു. അപ്പോൾ അടുത്ത പോയിന്റിന്റെ അത് എത്ര കിട്ടി? 266 എന്നുള്ള പിന്നെ കോർഡിനേറ്റ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് കിട്ടി നമുക്ക്. ഇനി പിന്നെ ഇതിനോട് കൂടി ഈ ആ നോർത്തിങ്ങിലുള്ള വാല്യൂ കംപ്ലീറ്റ് അത് തന്നെ കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് കോളം കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഇതും കൂട്ടി, അപ്പോൾ ഇത് ഇവിടെ കിട്ടി. ഇനി ഇതും അടുത്തത് ഏതാ കോർഡിനേറ്റ് വെച്ചാൽ നോർത്തിങ്, ഇത് കൂട്ടി. അപ്പോൾ ഇതിനോട് കൂടി ഇത് കൂട്ടിയപ്പോൾ നമുക്ക് 266 5 ഇത് കിട്ടി. ഇനി അടുത്തത് ഇതിലില്ല കൂട്ടാൻ, അടുത്ത ഈ കൂട്ടത്തിലാണ്. പക്ഷേ ഇത് പ്ലസ് ആണ്, ഇതെന്താണ് നെഗറ്റീവാണ്. ഇനി 266.564 കൂടി അടുത്തത് കൂട്ടി കൊടുക്കും. പക്ഷെ കൂട്ടി, പക്ഷെ ഇത് മൈനസ് വാല്യൂ ആയതുകൊണ്ട് അതിന് മൈനസ് ചെയ്യേണ്ടി വരും. അങ്ങനെ 137 കിട്ടി. ഇനി ഈ 137 കൂടി ഇത് കൂട്ട് തന്നെയാണ്, കൂട്ടാൻ അത് മൈനസ് വാല്യൂ കൊണ്ട് വീണ്ടും കുറയ്ക്കും. അപ്പോൾ 55. ഇനി നോക്കൂ, നമ്മൾ ഇതിനോട് കൂടിയിട്ട് പിന്നെ നമ്മളെ ലാസ്റ്റ് വാല്യൂ ഈ 44 കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് കൂട്ടി കൊടുത്താൽ നമുക്ക് ആദ്യം നമ്മൾ കൊടുത്ത അതേ പോയിന്റിലേക്ക് കോയിൻസൈഡ് ചെയ്യും. ഇത് 100 തന്നെ ആയിട്ട് വരും. അപ്പം നമ്മൾ ചെയ്ത് കറക്റ്റാണ്, നമുക്കിതൊരു ചെക്കും കൂടിയാണ്. ഇത് നമ്മൾ നോർത്തിങ്ങിൽ അത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തുന്ന കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വെർട്ടിക്കൽ ആയിട്ടുള്ളത് ഏതാ 100 260 കാണിച്ചു തരാം ഒന്നുകൂടെ. കേട്ടോ 100, പിന്നെ ഡീൻ്റെ 100 കഴിഞ്ഞാൽ ഈൻ്റെത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എത്ര വെച്ചാൽ അത്
ഈൻ്റെത് അങ്ങനെ അവസാനം അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്, അതായത് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് അവസാനം നമ്മൾ വീണ്ടും ഈ 100ലേക്ക് തന്നെ ചെന്ന് വരും. ഇനി ഇതേമാതിരി തന്നെ ഈ നമ്മളെ ഹൊറിസോണ്ടൽ ഡിപ്പാർച്ചർ ഇതിലേക്ക് വേണ്ടേ, അതും ഇതേമാതിരി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 300. ഇനി അതും ഇതേമാതിരി നമ്മൾ കൂട്ടി പോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂ കിട്ടും. പിന്നെ ഇവിടുന്ന് കിട്ടുള്ള കോൺസിക്യൂട്ടീവ് എത്ര റീഡിങ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ അതൊന്നുകൂടി നമുക്ക് നോക്കാം എങ്ങനെ വരിക എന്നുള്ളത്. നോക്കൂ, ഇതിൽ 300 അല്ലായിരുന്നോ? ഈ 300നോട് കൂടി നമ്മൾ ആദ്യം ഈസ്റ്റിങ് ഇത് നമ്മൾ കൂട്ടി കഴിഞ്ഞു കേട്ടോ. ഈ കോളം ലാറ്റിറ്റ്യൂഡ്, ഈ കോളം നമ്മൾ രണ്ടും കഴിഞ്ഞു. ഇനി ഈ 2 കോളത്തിലേക്ക് കൂട്ടാളൂ. അത് ഈ ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യുക. അപ്പോൾ 300ഉം ഇതുകൂടിയും കൂട്ടി കൊടുത്തു. അപ്പോൾ 336 ഇത് കണ്ടില്ലേ. ഇനി ഇത് പിന്നെ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മളിത് കൂട്ടി കൊടുത്തു. 300 ഇത് കഴിഞ്ഞാൽ 330. ഇതും കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യാൻ കൂട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താവും, കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത് കിട്ടും. ഇതിന്ന് വീണ്ടും ഇത് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ വാല്യൂ ഉണ്ടോ, ഇത് കിട്ടി. ഇനി പിന്നെ ഇവിടെ പിന്നെ 42നോട് കൂടി ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ 202 കിട്ടി. ഇനി അസച്ചക്ക് നിങ്ങൾ ഇതിനോടുകൂടി കൂട്ടി കഴിഞ്ഞാൽ ഇതാ 300 ആദ്യത്തെ വാല്യൂ തന്നെ നമ്മൾ ആ ക്ലോസ്ഡ് ആയിട്ടുള്ളത് കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് കോർഡിനേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നോക്കൂ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ ഈ പിന്നെ ഇതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അതിലേക്ക് ഇട്ടുതരും. പിന്നെ ഇതിലാണ് വാട്സപ്പിൽ ഇട്ടുതരാം. ഇതേമാതിരി നിങ്ങൾ വരയ്ക്കുക. ഇതാവും നന്നാവുക. അത് നിങ്ങൾ ആ ലാസ്റ്റ് ബുക്കിലുണ്ട്, അതിലിതൊന്നും കൃത്യമായിട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ABCD എന്നുള്ള ഇവിടെ പോയി DFE എന്നുള്ള ABCD എന്ന് കൊടുത്തിട്ട് ഇതേ വാല്യൂ വെച്ചിട്ട് കറക്ഷൻസ് ഇതിൽ കറക്റ്റ് ചെയ്തിരിക്കുന്ന വേറൊരു ഫോർമുല, അതർ ഫോർമുല വെച്ചിട്ടാണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളതിൽ പിന്നെ ട്രാൻസിറ്റ് റോളിനെ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് വാല്യൂ ഇതിൽ എഴുതിയാൽ മതി. എന്നിട്ട് ഇതേമാതിരി കിട്ടണില്ലേ നോക്കുക. ഇനി ഈ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് നമുക്കിവിടെ കിട്ടിയല്ലോ 100 എന്നുള്ള ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫ് ഷീറ്റിൽ എക്സും വൈയും 2 ലൈൻസ് വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഡിവൈഡർ എടുത്തിട്ട് ഓരോരോ പോയിന്റ് ഇതിലേക്ക് മാർക്ക് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന പിന്നെ ഡിപ്പാർച്ചർ ലാറ്റിറ്റ്യൂഡ് മുഴുവൻ ഇതിൽ മാർക്ക് ചെയ്യും, ഡിപ്പാർച്ചറും ഇതിൽ മാർക്ക് ചെയ്യും, സൈഡിൻ്റെ പേര് കൊടുക്കും. ഈ ട്രാവേഴ്സ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്ലോസ് ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ എല്ലാ എററും നമ്മൾ റെഡിയാക്കി പോയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് കിട്ടും. ഇനി ഇതിലൊരു കാര്യം പറയാനുള്ളത്, റിലേറ്റീവ് ക്ലോസിംഗ് എറർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ഇതിൽ പറഞ്ഞുതരാം. റിലേറ്റീവ് ക്ലോസിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് എത്രമാത്രം അതിൻ്റെ ക്ലോസ് ഇതുണ്ട് എന്നുള്ള റേഷ്യോയിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സിഗ്മ ലാറ്റിറ്റ്യൂഡ് പിന്നെ ഇതിൻ്റെ പിന്നെ ആ ഡിഫറൻസില്ല, ലാറ്റിറ്റ്യൂഡിൻ്റെ സ്ക്വയറും ഇതിൽ ലാറ്റിറ്റ്യൂഡ് ഇതാ കിട്ടിയത് കേട്ടോ, മൈനസും മറ്റേതാ. അപ്പോൾ ഇതാ കിട്ടുക സ്ക്വയർ. അപ്പോൾ പിന്നെ പെരിമീറ്റർ നമുക്ക് അറിയണം. ഇത് സിഗ്മ ലാറ്റിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് ഡിപ്പാർച്ചറിൻ്റെ സ്ക്വയർ ആണ് കേട്ടോ. അത് 0.24 മീറ്റർ ആണ് വരിക. അപ്പോൾ പെരിമീറ്റർ നമുക്കറിയാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ മൊത്തം ചുറ്റളവ് അതിൽ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് ക്ലോസിംഗ് എറർ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് എറർ ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ആണ്. അപ്പോൾ ക്ലോസിംഗ് എറർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയെന്നുള്ള കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 0.24 മീറ്റർ ആണ്. ഇതാണ് കേട്ടോ, അത് പഴയതല്ല, അവിടുത്തെ വേറെയാണ്. അപ്പോൾ അതേമാതിരി നിങ്ങൾ സിഗ്മ കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനെ നിങ്ങൾ പെരിമീറ്റർ കൊണ്ട് ഹരിക്കുക. അപ്പോഴാണ് നമുക്ക് റിലേറ്റീവ് ക്ലോസിംഗ് എറർ കിട്ടുക. റിലേറ്റീവ് ക്ലോസിംഗ് എറർ ഇതിൽ 1 ഇത്രയെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂവിനെ ഈ വാല്യൂ കൊണ്ട് തന്നെ ഹരിക്കുക, ആ വാല്യൂവിനെ ഒരേ വാല്യൂ കൊണ്ട് ഹരിക്കുക. അതായത് ഈ 0.24നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഹരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1 ഇത്രയെന്ന് കിട്ടും. അപ്പോൾ പിന്നെ റിലേറ്റീവ് ക്ലോസിംഗ് എറർ = 1/32 കണ്ടില്ലേ, ഇതായിരിക്കും അതിൻ്റെ റേഷ്യോ. ഇത്രയേ ഉള്ളൂ റിലേറ്റീവ് ക്ലോസിംഗ് എറർ എത്രയെന്നുള്ള അറിയാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, ക്ലോസിംഗ് എറർ എത്ര ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പെർമിസിബിൾ ലിമിറ്റിലല്ല ഈ പിന്നെ റിലേറ്റീവ് ക്ലോസിംഗ് എറർ എന്നുണ്ടെങ്കിൽ നമ്മൾ സർവേ രണ്ടാമത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് ഏരിയ കണ്ടുപിടിക്കണം. അത് ഇതാണ് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു. അത് നിങ്ങളെ ബുക്കിലുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഏരിയ തന്നിരിക്കുന്ന പ്രോബ്ലം ഏരിയ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനപ്പോൾ ഇതൊന്നുകൂടി പിന്നെ നിങ്ങൾക്ക് വലുതാക്കിയിട്ട് കാണിച്ചു തരാം. ആ മറ്റേ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അതും കൂടി ഇതിലാവും സുഖമെന്ന് എനിക്ക് തോന്നുന്നു, അടുത്ത ഫിഗറുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഈ നോർത്തിങ് കണ്ടില്ലേ, 100 മുതൽ 100 വരെ ഉള്ളത് ഇങ്ങനെ എഴുതുക. 100 മുതൽ 100 വരെ എഴുതി. ഇനി ഇത് നമ്മൾ ചെറുപ്പത്തിൽ ഇതിലൊക്കെ പഠിക്കണം കേട്ടോ. ഏരിയ കണ്ടുപിടിക്കാനും കോർഡിനേറ്റ് വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്, അല്ലാതെ പുതിയൊരു സംഭവമൊന്നുമല്ലേ. അപ്പോൾ നമുക്ക് ഓർമ്മ അല്ലെങ്കിൽ ഞാൻ ഇതിങ്ങനെ പറഞ്ഞു തരാമെന്നുള്ളത്. 300 മുതൽ 300 വരെ കണ്ടില്ലേ, 300 മുതൽ 300 വരെ
ഇതന്നെ ഈ വാല്യൂ തന്നെയാണ് നമ്മൾ ഇതിനെ നേരെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഡയഗണലായിട്ട് ഓരോരോ വാല്യൂ എന്ന് വെച്ചാൽ 100 × 336.7 നൽകാം. ഇങ്ങനെ ഈ ഡയഗണലായിട്ട് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ആയതുകൊണ്ട് ഇതിനൊക്കെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക, വരയ്ക്കുക. നേരെ മറിച്ചും അങ്ങോട്ട്, അത് നമ്മൾ ഡോട്ട് ലൈൻ, അത് അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ ഡോട്ട് ലൈനിൽ വരച്ച് വിചാരിച്ചു. ഇനി ഇത് അതിൻ്റെ കാൽക്കുലേഷൻ, നമുക്ക് ഇത്രയും ട്രാവേഴ്സിൻ്റെ ഏരിയ കാണാൻ എന്താ ചെയ്യുക വെച്ചാൽ ഇതിനെ ഇപ്പം ഈ ഗുണിച്ച് കിട്ടുന്നതിൻ്റെ പകുതി ആയിരിക്കും കേട്ടോ മൊത്തം. അപ്പോൾ ഹാഫ് എന്ന് ആദ്യം ഞാൻ എഴുതുകയാണ്. ഏരിയ സീക്വൽ ടു ഹാഫ് ഇൻറ്റു എന്താ ചെയ്ത് നോക്കും, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക. പറഞ്ഞാൽ മനസ്സിലായില്ല, ഈ വാല്യൂവിനെ ഈ വാല്യൂ കൊണ്ട് ഗുണിക്കുക, മൈനസ്, പിന്നെ അടുത്തത് ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ അതാണ് ഒരു ബ്രാക്കറ്റിൽ വരിക, കണ്ടില്ലേ? ഇതിനെ ഗുണിക്കുന്നത് ഒരു ബ്രാക്കറ്റിൽ ഇടുക, പിന്നെ മൈനസ് ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുന്ന ഒരു ബ്രാക്കറ്റിൽ ഇടുക, ഇതാ പ്ലസ്. അടുത്തത് എന്താണെന്നറിയോ, വീണ്ടും ഇതിനെ ഈ ഡോട്ടർ ലൈൻ ഇടാത്തതിനെ വീണ്ടും ഇതിനെ ഗുണിക്കുക, മൈനസ് ഇതിനെ ഈ ഡോട്ട് ലൈൻസ് ഇട്ടതിനെ പിന്നെ ഗുണിക്കുക, പ്ലസ്, വീണ്ടും അതിന് പ്ലസ്. അങ്ങനെ അവസാനം നമുക്ക് എന്താ കിട്ടുക, ഈ അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, അതായത് ഇവിടെ 594 × 300 മൈനസ് ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, 100 × 300 ഗുണിക്കുക, അല്ലേ? അങ്ങനെ മൊത്തം എഴുതിയിട്ട് ഇങ്ങനെ നിങ്ങൾ ഗുണിച്ച് കിട്ടുന്ന സംഖ്യേൻ്റെ പകുതി, ഹാഫ് ഡിവൈഡഡ് ബൈ ഹാഫ്, അങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് ആ ഏരിയൻ്റെ എത്ര സ്ക്വയർ മീറ്റർ ഉണ്ട് എന്നുള്ളത് ഏരിയ ഇതിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്ന പ്രോബ്ലത്തിലെ ഈ ഏരിയ, ഇതൊക്കെ വളരെ എളുപ്പമല്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഏരിയ നിങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഈ ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അത് ഞാൻ വാട്സപ്പിൽ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ചിട്ട് ഇതിൽ ആ പ്രോബ്ലം ചെയ്യാം. ഇതായിരിക്കും കുറച്ചുകൂടി മറ്റേതിനെക്കാട്ടും ഒന്നുകൂടി മനസ്സിലാവുക. അപ്പോൾ അതിൽ കണ്ടില്ല, നിങ്ങൾ നോർത്തിങ് കൂട്ടാനും നമുക്ക് സമ്മ് ചെയ്യാനും ഒക്കെ ഉണ്ട്. ഇതിൽ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാ ഒക്കെ അവിടെ അടിയിൽ എഴുതി വെച്ചാൽ നമുക്കൊരു സംശയം ഉണ്ടാവില്ല. പോസിറ്റീവ് ഏതാണ്, ഇതിൽ ഏതാ ചെറുത്, ഇതിലേതാ വലുത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സൈനൊക്കെ കൊടുക്കുക, കറക്ഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് വരയ്ക്കുക. അതിൽ നമുക്ക് തന്ന പ്രോബ്ലം, ഈ പ്രോബ്ലം ഏതാ, നമുക്ക് തന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏതാ വരിക, ഈ പ്രോബ്ലം ഇതിലെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് ഇപ്പോൾ 500 അടുത്തത്, നമ്മൾ നേരത്തെ 100 300 എടുത്തതിന് വരെ ഇവിടെ 500 എടുത്തു പോകുന്നുണ്ട്. കോൺസിക്യൂട്ടീവ് അല്ല, ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. അപ്പോൾ ആ ഇൻഡിപെൻഡൻസ് കോർഡിനേറ്റ്സ് ഇവിടെ 500, നിങ്ങൾ 500 എടുത്തോളൂ, അതിന് കുഴപ്പമില്ല. അപ്പോൾ അത്രയാണെന്നുള്ളത് കൂട്ടി അതേമാതിരി 500 അവസാനിപ്പിക്കേണ്ടോ നോക്കുക. ഡിപ്പാർച്ചർ നേരത്തെ 300 എടുത്തു, നമ്മൾ 100 എടുത്തു, ഇവിടെ 500 അടുത്ത്, കുഴപ്പമില്ല. നിങ്ങൾ ആ ഡിസ്റ്റൻസ് ഒന്ന് കൂടുന്നുള്ളൂ ചിലത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളിതൊന്ന് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ഇതിലിട്ട് തരാം. അപ്പോൾ നമ്മൾ തൽക്കാലം തിയോഡലൈറ്റ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയൊരു ചാപ്റ്റർ നമുക്ക് അതാണ്, അതിലുണ്ട് ആ ട്രാവേഴ്സിൻ്റെ പിന്നെന്താണ് ഒരു ഫോർമാറ്റൊക്കെ അതിലുണ്ട്, കണ്ടില്ലേ? കറക്ഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അവസാനം അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗേജ് ട്രാവേഴ്സ് ടേബിൾ കുറച്ചുകൂടെ അങ്ങോട്ട് നന്നാവുക ഞാൻ തന്നതായിരിക്കും തോന്നുന്നു. നിങ്ങൾ അത് വരച്ചിട്ട് ചെയ്ത് നോക്കുക, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി ഇതന്നെയാണ് നിർബന്ധം എന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്ത് നോക്കാം. പക്ഷെ അതിലെല്ലാം ഉണ്ട് ഞാൻ തന്നതിൽ. എന്നിട്ട് പ്ലോട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ആ ഒരു ഗ്രാഫ് ഷീറ്റ് മേടിച്ചിട്ട് പ്ലോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ബുക്കിൽ മാർക്ക് ചെയ്തിട്ട് സാധാരണ ബുക്കിലൊന്ന് വരച്ച് നോക്കൂ, സ്കെയിലിൽ എടുത്തിട്ടേ, എന്നാലും മതി. എന്നിട്ട് ആ ഡിവൈഡർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടാണ് കൊടുത്താലും കിട്ടും നമുക്ക് ആ ഏരിയ എങ്ങനെയാണെന്നുള്ളതൊക്കെ കണ്ടറിയാം. ആ ഏരിയ ഞങ്ങൾക്ക് ഇതിൽ കാണിച്ചു തന്നില്ലേ, ഇങ്ങനെ ആയിരിക്കും ഏരിയ കിട്ടുക. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് നോക്കുക. പറ്റുമെന്ന് നിങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എൻ്റെ അതിലേക്ക് ഇടുക, ഞാൻ നോക്കിക്കോളാം കറക്ഷൻ ഏതാണ്ട് റെഡി ആണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് നമുക്ക് ഈ ഇത് കഴിഞ്ഞ ഇനിയുള്ള ചാപ്റ്ററൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്യും. ഈ കാർപ്പൻട്രി ജോയിൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അതിൻ്റെ ഫിഗറുണ്ട്, എന്തൊക്കെ ജോയിൻസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അടുത്ത നമുക്ക് ചാപ്റ്ററിൽ. അപ്പോൾ ഇനിയുള്ള നമുക്ക് അടിച്ചു മാറി പെട്ടെന്ന് തീർക്കാൻ കഴിയും. ഈ മറ്റുള്ള സർവേൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ അടുത്ത ക്ലാസ് കാർപ്പൻട്രി ജോയിൻസ് നമ്മൾ എടുക്കുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.